അടി! നിന്റെ കരങ്ങൾക്ക് വിശ്രമമില്ലാതെ ചാട്ടവാറ് കൊണ്ടടി. അഷ്ടദിക്കുകൾ കിടിലം കൊള്ളുമാറ് റോമിന്റെ കവചിത കരസേനയുടെ കടന്നാക്രമണത്തിൽ അകന്തയുടെ സന്തതികളെ ചുട്ടരിക്കാൻ ശ്രമിക്കുന്ന സർപ്പസന്തതി, നിന്റെ കരങ്ങൾ പൊട്ടുമാറടിക്കൂ. അതായത് കുമാരന്റെ ഡയലോഗല്ലേ? അതെ, അവൻ എവിടെയാണെന്ന് അറിയില്ലല്ലോ. അപ്പൊ പിന്നെ നായകന്റെ വേഷം ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നാലോ? മതിരമ്മ, കാപ്പി പിടിച്ചോ? ചേട്ടൻ തരട്ടെ? ചേട്ടന് വേണോ? വേണ്ട, മോള് കഴിച്ചോട്ടോ. ഇനിയും ചേട്ടൻ തരാം. മോളെ വന്നേ. എന്താ അമ്മ? കണ്ട് അവരുടെ ഇവരുടെയും കയ്യിൽ നിന്നൊന്നും വാങ്ങിക്കഴിക്കരുത് കേട്ടോ. എന്തിനാ സാർ കാണണോന്ന് പറഞ്ഞേ? എല്ലാം രഹസ്യമായിട്ട് നൽകാൻ ഈ അച്ഛന് കഴിയൂ. മോനോടുള്ള വാത്സല്യം പോലും എന്നെ ശപിക്കരുത്. എനിക്കറിയാം സാർ, ഒരു ജന്മം കൊണ്ട് തരാവുന്നതിൽ കൂടുതൽ സ്നേഹം ഈ വാക്കുകളിലുണ്ട്, ഈ മനസ്സിലുണ്ട്. എനിക്കത് മതി സാർ. മറ്റാരുമില്ലാത്തപ്പോഴെങ്കിലും നിനക്കെന്നെ അച്ഛന്ന് വിളിച്ചൂടെ? വേണ്ട സാർ, ആഗ്രഹമില്ല എന്നിട്ടല്ല. അങ്ങനെ ഒരു ശീലം നാവ് പഠിച്ച, എന്തെങ്കിലും അറിയാതെ നാവ് ഒരു പിഴവ് കാണിച്ച വേണ്ട. അമ്മയുടെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന എന്റെ അച്ഛന് മരിക്കുന്നതിന് മുമ്പ് എന്റെ മനസ്സിനേൽപ്പിച്ചിട്ട അമ്മ പോയത്. ആ അമ്മയുടെ ആഗ്രഹം പോലെ ഇപ്പൊ എനിക്കുണ്ടൊരാഗ്രഹം, ഒരിക്കലും അങ്ങനെ വേദനിപ്പിക്കരുത്. നിനക്ക് വേണ്ടി അച്ഛനെ എടുത്തു വെച്ചതാ. കൊണ്ടുപോയി കഴിച്ചോളൂ. എന്താടാ? എടാ കള്ള കഴിവേറി മോനെ, ഞാൻ അളിയാ പെങ്ങളെ, എടാ കക്കുമ്പോ എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇടിച്ചു കൊടുക്കുമ്പോ അളിയന് മുമ്പ് എനിക്കൊരു വില ഉണ്ടാകത്തില്ലായിരുന്നോ? അളിയാ പെങ്ങളെ, ദേ നോക്കിയേ, കള്ളന്റെ താക്കോൽ കൊടുത്തെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ദേ കണ്ടോ,
വന്ന് കേറിയ അന്ന് തന്നെ നീ എന്നെ വെള്ളപൂശവനല്ലേടാ, ഇപ്പൊ കരുതേക്കാനും തുടങ്ങിയോ? നിങ്ങളെ ഇനി സൂക്ഷിച്ചോ, ഇവ പൊന്നിലും പണത്തിലും കൈവെക്കും. അതിനു മുമ്പ് ഇവരെ ഞാൻ അച്ഛനൊന്നും ചെയ്യണ്ട. ചേട്ടനോട് പറഞ്ഞു, ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടാ മതി. എന്നെ പറഞ്ഞുവിടരുത്. ഇല്ലടാ, നിന്നെ ഇവിടെ സ്ഥിരതാമസമാക്കിയിട്ട് ഞങ്ങൾ ഈ വീട്ടിലെ സബ് ജയിലിന് പേരിടാം. എടാ എടാ, നീ എന്തെങ്കിലും അടിച്ചു മാറ്റിയ ഈ പെങ്ങൾ വളരെ എന്നെയല്ലേ സംശയിക്കൂ. എന്താ ഇവിടെ? കള്ളകളിയാ, കള്ള അല്ലടിയാ, കള്ളൻ. ഞാൻ കയ്യോടെ പിടിച്ചതാ. ദേ കണ്ടോ, ആപ്പിൾ. ആ അളിയനതൊന്നും മിണ്ടാത്ത. എന്നാ ഞാൻ തന്നെ ഇവനെ പറഞ്ഞു വിടാം. നിന്നെ ഞാൻ അച്ചു സാർ, തെറ്റിയത് ഞാനാ. അറിയാതെ കൊതി കൊണ്ട് ഇനി ഇതൊരിക്കലും ആവർത്തിക്കില്ല സാർ. എന്നെ പറഞ്ഞുവിടരുത്, ദൈവം ഇതെന്നെ പറഞ്ഞുവിടരുത് സാർ. ആ മതി മതി. എന്താ സാർ? അല്ല ഇവൻ ഒന്നുമില്ല. പറഞ്ഞു. ഇവിടെ കൊണ്ടുപോടാം. പോടാ 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 പോടാ. അല്ല പെങ്ങളെ, ഈ അളിയൻ എന്നെ അളിയനാ? അയ്യേ, ഇങ്ങനെ എന്നാ മനുഷ്യനാ? ഒരു കള്ളന്റെ കണ്ണീര് കണ്ടപ്പോ മനസ്സലിഞ്ഞു. ഈ അളിയൻ എന്റെ കാര്യത്തിലില്ല കേട്ടോ. മോളിങ്ങനെ കളിച്ചിറങ്ങാ മതിയോ? സ്കൂളിലൊക്കെ പോയി പഠിച്ച് മിടുക്കിയായിട്ട് അച്ഛനെ പോലെ മന്ത്രിയാവണ്ടേ? അത് കഴിഞ്ഞ് അറിയിച്ചല്ലേ. എന്താ സാർ? നിനക്ക് ഞാനൊരു പാന്റും ഷർട്ടും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. സൗകര്യം പോലെ തരാം. ഇവര് തമ്മിൽ എന്തോ ചുറ്റിക്കളിയുണ്ട്. എടാ ആപ്പിള് മോനെ, നിന്നെ എനിക്ക് എന്താ എന്താ നീ അകത്ത് പോ. സത്യമായിട്ട് പോകാനല്ലേ പറഞ്ഞത്? കല്യാണം കഴിക്കാൻ പറഞ്ഞ കേൾക്കുകയില്ല. എന്നിട്ട് രാത്രി അമ്മ വൃത്തി കാണിക്കാം. അതളിയ എന്നെന്നറിയാം. എന്താ സാർ ഇവിടെ? ഒന്നുമില്ല, പൊയ്ക്കോ പൊയ്ക്കോ. പൊക്കോളൂ. യെസ് സാർ. എന്നാ പോകാൻ ഉറങ്ങ്. അടുക്കള ഇത് അടുക്കളയാണ്. വൃത്തികെട്ടവൻ. അളിയന്റെ മുമ്പിൽ എന്റെ ചരിത്രവും പോയല്ലോ ഈശ്വര. ഇടപാട് പെട്ടെന്ന് കണ്ടുപിടിച്ചു അല്ലേ? വേഗം തിരുമ്മിക്കൊള്ളൂ, ഇല്ലെങ്കിൽ കവള ആപ്പിൾ പോലെ ആകും. ഇലക്ഷൻ എടുക്കാറായി. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയുണ്ട്. മുഖ്യമന്ത്രിക്ക് ഒരു അളിയനുണ്ട്, എപ്പോഴും തണ്ണിയാ. പുള്ളി എങ്ങനെങ്കിലും ഒന്ന് കുരുക്കിയ മുഖ്യനെ നമുക്ക് നാറ്റിക്കാം. അതൊക്കെ എങ്ങനെ ശരിയാവാനാണോ സാറേ? കുറിപ്പ് പറഞ്ഞാലും കാര്യമുണ്ട്. ഞാൻ കുറെ കാലം മുഖ്യന്റെ കൂടെ ആയിരുന്നല്ലോ. ഈ അളിയൻ എന്ത് വൃത്തികേട് കാണിച്ചാലും ശരി, മുഖ്യൻ അതൊക്കെ കണ്ണടച്ച് കളി. അവര് തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട്. അതെന്താ? മുഖ്യം വേണ്ടി രാഷ്ട്രീയം കളിച്ച് ഒളിവും ചെലവായി നടന്നപ്പോ പുള്ളിയുടെ വീട്ടിലെ വയസ്സായ അമ്മയ്ക്ക് ഏക ഒരു ആശയം ഈ അച്ചുവായിരുന്നു. മുഖ്യന്റെ അമ്മ ഒരു മകനായിട്ടാണ് ആളെ കണക്കാക്കിയിട്ടുള്ളത്. എന്നെ ആരും ഇതുവരെ ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല, എന്റെ അളിയൻ പോലും. അതെ, മുഖ്യമന്ത്രി ആളത്ര ശരിയല്ല അല്ലേ? ആള് നല്ലവനാ, പക്ഷെ ആ പെണ്ണ് കേസ് അറിഞ്ഞത് കൊണ്ട് ഞാൻ അല്പം ഷോക്കായിപ്പോയി. ഏത് പെണ്ണ്?
എന്ത് സംഭവം? അതൊക്കെ പറഞ്ഞ എന്റെ അളിയന്റെ ഇമേജ് പോത്തില്ലേ? ഒഴി നോക്കി നിൽക്കാതെ അച്ചുവേട്ടൻ ഒഴിച്ചു കൊടുക്കടാ. മറ്റേ സംഗതി പറഞ്ഞില്ലല്ലോ. മെഡിക്കൽ കോളേജിലെ സീറ്റിന്റെ കാര്യല്ലേ? അത് ഞാൻ നേറ്റി. അതല്ല, മുഖ്യനെ കുറിച്ച് എന്തോ രഹസ്യമുണ്ടെന്ന് പറഞ്ഞില്ലേ? രഹസ്യോ? ഞാനപ്പോ പറഞ്ഞു. മുഖ്യന്റെ ഇമേജ് പോകുമെന്ന് പറഞ്ഞ ആ പെണ്ണ് കേസുണ്ടല്ലോ, അതെന്താണെന്നാ ചോദിച്ചത്. എന്റെ അളിയന്റെ ഇമേജ് കളയാനോ? ആർക്കാണ് കുടുംബത്തിൽ ഇത്ര ധൈര്യം? എടാ എന്റെ അളിയനെ കുറിച്ച് നീയൊക്കെ എന്തൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്? അഴിമതിയില്ല, കൈക്കൂലിയില്ല, സത്യസന്ധന എന്നെ പോലെ. എടാ നിനക്കൊക്കെ തർക്കമാണെങ്കിൽ അഴിമതി കേസ് കൊണ്ടുപോകാ പുല്ലുകളെ. അത് ശരി, ഞങ്ങളെ കള്ളും വാങ്ങി കുടിച്ചിട്ട് അവസാനം ഞങ്ങളെ തന്നെ തെറി പറയുന്നു. ഞാൻ പിന്നെ വേറെ ആരെ പറയൂടാ? ക്ഷണിച്ച് കാറെ കയറ്റി കൊണ്ടുവന്ന് കള്ള് തന്നിട്ട് ഒരുമാതിരി തന്തയിലാക്കി. വേണ്ട വിട്ടേരെ. അലവലാതി അലബലാതി നിന്റെ മറ്റവനാ. എടാ കള്ളക്കാരാറ്റി കളറ് ചേർത്ത് സ്കോച്ചാണെന്ന് പറഞ്ഞ് പറ്റിക്കുന്നവനെ. എടാ മാന്യന്മാരെ കളിപ്പിക്കാതെ മാന്യമായിട്ട് ജോലി എടുത്ത് ജീവിക്കടാ. അതവിടെ വെച്ചിട്ട് ഇറങ്ങി പോടാ. എടാ പുല്ലേ, എന്റെ എളിയൻ വിചാരിച്ചാലേ ഇതൊരു ഫാക്ടറി തന്നെ ഉണ്ടാക്കും. ഇറങ്ങി പോവാൻ. ഞാൻ പോയേക്കാം. മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴേ ഹലോ അച്ചോള കമോൺ ഒരു സ്മാൾ അടിച്ചിട്ട് പോന്ന് പറയരുത്. നിന്റെ ഈ ഡ്യൂപ്ലിക്കേറ്റ് കഴിക്കാൻ പോടാ. പോടാ അളിയോ. അളിയാ അളിയാ, അളിയനെ കുറിച്ച് ചെറ്റകൾ അനാവശ്യം പറഞ്ഞളിയാ. എനിക്ക് സഹിക്കുമോ പെങ്ങളെ? അയ്യോ എനിക്ക് സഹിക്കുമോ പെങ്ങളെ? കൊടുത്ത് ഞാൻ കണക്കില്ല. അളിയന്റെ ഇമേന്ന് പറഞ്ഞാൽ എന്റെ ഇമേജ, എന്റെ ഇമേന്ന് പറഞ്ഞാൽ അളിയന്റെ ഇമേജ. നമുക്കൊരു ഡീസൻസൊക്കെ ഇല്ലേ? അത് വിട്ട് ഒരിക്കലും നമ്മൾ പെരുമാറാൻ പാടില്ലളിയാ. അയ്യോ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? എന്റെ പൊന്ന് ജാനകി, ഈ ഒറ്റ കാര്യം മതി, ഞാനും അളിയനും തമ്മി ഇനിയും തെറ്റ. നീ പോ ഭഗവാനെ, വിളമ്പി തരാൻ പോലും ആരുമില്ല. സാമ്പാറെങ്കിൽ സാമ്പാർ. പാപ്പച്ച, ഞാൻ പറഞ്ഞല്ലോ, സത്യമായിട്ട് എനിക്കറിയില്ല കുമാരൻ എവിടെയാന്ന്. നുണയാണ്, നിങ്ങൾക്കറിയാം. ഇത് വലിയ കഷ്ടമുണ്ടോ ലക്ഷ്മി? നിൽക്കൂ, ഇത് കുമാരന് കൊടുക്കണം പ്ലീസ്. സാറേ പോടാ, കുമാരനെ തന്നോടാ പറഞ്ഞത് പോവാൻ. ഓടോ സാറൊന്ന് കണ്ട പോയിക്കോളാം ഞാൻ. സാറേ ഇങ്ങോട്ട് വേണോ? അപ്പൊ ഇവിടുന്ന് അകത്തേക്ക് കയറ്റോട്ട് പറഞ്ഞോ? അങ്ങോട്ട് മാറിയുന്നേ. ചലച്ചിത്രഗാനം കേൾക്കാനല്ലേ? കുമാര ഇവിടെ ഒന്നുകൊണ്ട് കുഴപ്പമില്ലല്ലോ, ഇതെന്റെ സ്വന്തം കാല. ഒരു മിനിറ്റ്. എന്താ ഞാനിപ്പോ ഒരു ഹംസായില്ലേ? ഹംസേ, നീ എപ്പോ മതം മാറി? അയ്യേ ഹംസയല്ല, അരയന്നം ഹംസം. ദൂതുമായിട്ട് വന്നതാ. താമരയിലകളിൽ അരയെന്ന പെൺകോടി കാമലേഖനമെഴുതുമ്പോൾ. അയ്യടാ, ഞാൻ പെണ്ണ് കാണാൻ വന്നല്ല. ഞാനിതൊക്കെ എന്തിനാ ചെയ്യണമെന്ന് നിനക്കറിയാമോ? നീ ആ മന്ത്രിയുടെ അടുത്ത് പറഞ്ഞ സ്റ്റേറ്റ് അവാർഡ് എങ്ങനെയൊന്ന് വാങ്ങിച്ചു തരണം. അതിപ്പോ ഞാനെങ്ങനെയാ? നീ വിചാരിച്ചാൽ അത് നടക്കും. പിന്നെ നിന്നെ ഇവിടെ നിർത്തിയേക്കണേ. അദ്ദേഹത്തെ ഒറ്റയ്ക്ക് കത്ത്. അളിയനെന്തോ ആപത്ത് വരാൻ പോകും. അതും അളിയൻ അറിയാതെ. അളിയന്റെ ലൈഫ് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിലിരിക്കുന്ന കത്തിലെ രഹസ്യം അറിയണം.
അയ്യോ 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 നിക്കില്ലേ, ഞാനല്ലേ. സാറായിരുന്നോ? നിന്നെയൊക്കെ പിരിച്ചുവിടാനുള്ള എല്ലാ നടപടിയും അയ്യോ എനിക്കിപ്പൊ പറയാൻ വയ്യ. നാളെ പറഞ്ഞേക്കാം. കള്ളനാണെന്ന് കരുതി അറിയാതെ. ഉവ്വാ കള്ളനോട് പോലും ഇങ്ങനെ ചെയ്യല്ലേടാ, ദൈവം പോലും പൊറുക്കത്തില്ല. തൽക്കാലം നിങ്ങൾ എന്നെ കൈകാര്യം ചെയ്ത വിവരം പുറത്താരും അറിയണ്ട. വെറുതെ എന്തിനാടാ മറ്റുള്ളവരെ അറിയിച്ച് നിന്റെയൊക്കെ പണി കളയുന്നേ? പോ 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 പോ. ഓ എന്താണ് ഈ കാണിക്കുന്നേ? അമ്മാവി എന്താണ് ഇവളെ ഞാൻ കെട്ടാൻ പോവാ, പിന്നെന്തിനാ ഇവള് വെറുതെ കിടന്ന് കാണുന്നത്? അമ്മാവി ഒന്ന് പറഞ്ഞു കൊടുക്ക്. എവിടെ പോയി? കുമാരാ, കുമാരാ, എന്താ? ഇതാരാ പൊട്ടിച്ചത്? ഇങ്ങനെയാ തോട്ടം നോക്കുന്നേ? വലിയ ഗാർഡനറാണത്രേ. സ്റ്റുപ്പിഡ്. തുപ്പിടെന്ന് പറഞ്ഞ ചീത്തവാക്കെന്ന് മനസ്സിലായി, പക്ഷെ അർത്ഥം പിടിയിട്ടില്ല. തൽക്കാലം ഇത്ര മനസ്സിലാക്കിയാൽ മതി. കൂടുതൽ മനസ്സിലാക്കണല്ലേ ഈ പണി നിർത്തി കോളേജിൽ പോയി ചേർന്നോ? അപ്പൊ ബിന്ദു കോളേജിൽ പോണത് ഇതൊക്കെ പഠിക്കാനല്ലേ? ബിന്ദുവോ? എന്നെ പേര് വിളിക്കാൻ നീ ആരാ? ഇവിടുത്തെ മജിസ്ട്രേറ്റോ? ആ, വേഗം പണി തീർത്തിട്ട് വാ, ടൗണിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട്. എന്തോ ഞാൻ പറഞ്ഞു, ബഹളം വെക്കല് വെറുതെ. നിന്നോടാരാ ഇവിടെ വരാൻ പറഞ്ഞത്? ഇത് ഞങ്ങളുടെ പേഴ്സണൽ മാറ്ററാ. ഷൈൻ ചെയ്യാൻ വന്നിരിക്കുന്നു. അവനാര്? എന്റെ ബോഡി ഗാർഡോ? ഞാൻ പോകുന്ന വഴി എന്റെ പുറകെ നടക്കാൻ. ജോലിക്കാരനാണെങ്കിൽ ജോലിക്കാരന്റെ സ്ഥാനത്ത് നിന്നാ മതി. ഇവള് പറയുന്നതിലും കാര്യമില്ലേ? മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ടത് ഇവളല്ലേ? ഇനി അവനെ വേണ്ടച്ചാ, നമുക്ക് പറഞ്ഞു വയ്ക്കാം. അന്ന് ആ ആപ്പിള് കേട്ടപ്പോഴേ പറഞ്ഞു വിട്ടാ മതിയായിരുന്നു. അച്ഛനൊരു പാവായതുകൊണ്ടാ ഇങ്ങനെ എല്ലാരെയും വിശ്വസിക്കണേ. മനസ്സിനൊരു അതൃപ്തി തോന്നിയാ പിന്നെ നിർത്തുക നല്ലതെന്ന് ഇവിടുന്നല്ലേ പറയാറ്.